ஆண்டவனே, இதுவரை செய்ததில் എന്തെങ്കിലും തപ്പിരുന്നാൽ മன்னிച്ച് കരുണை കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാത്തപ്പാ. ലിസ്റ്റിനും ഡിജോയും അന്ന് പറഞ്ഞിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് നിഷാദ് കോയ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. ഇപ്പോൾ ഈ അത് തുറന്നിട്ടില്ലെങ്കിൽ പോലും ഒരു PDF നിഷാദ് കോയ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് ഈ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് വക്കീലുമായി ലിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന്. 100% ഞാൻ യോജിക്കുന്നു. നിഷാദ് കോയ ഇദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ അത് നേർക്കുമേലുള്ള സംസാരം. ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ ഈസ് ആക്ടിങ് ലീഗലി അല്ലേ? വക്കീലല്ലേ വിളിക്കുന്നത്. വക്കീൽ വിളിച്ചപ്പോൾ ലിസ്റ്റ് എന്ത് പറഞ്ഞു? എന്റെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്, നിങ്ങളിപ്പോ ഒരു വക്കീൽ വിളിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? അങ്ങനെ പറയരുത്. ഡിജോയിന് ഈ PDF അയച്ചു എന്നാണ് പറഞ്ഞത്. അതെ, അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണല്ലോ നിഷാദ് കോയ ഇവരെ അല്ല PDF അയച്ചു. ഒരാൾക്ക് PDF അയക്കുന്നു, തുറക്കേണ്ടത് ആരുടെ സ്വാതന്ത്ര്യമാണ്? ഇങ്ങനെയൊക്കെ പറയുന്നത് I fear it's the beginning of തുറന്നിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ആ PDF അയച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് പറയുന്നതിന്റെ അല്ല, ലിസ്റ്റിനും ഡിജോയും ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ നിലപാട് എങ്ങനെയാണ് എടുക്കുന്നത്? അദ്ദേഹം ഒരു PDF അയക്കുന്നു, ഇദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ഒരു ആഴ്ച ഷൂട്ടിംഗ് ഉള്ളൂ, അദ്ദേഹം അത് തുറന്നില്ല. എന്തിനാണ് അദ്ദേഹം PDF അയക്കുന്നത്? ഇതുപോലൊരു സിമിലാരിറ്റി ഉണ്ടോ എന്നറിയാൻ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഡിജു അങ്ങനെ ഒരു PDF എടുത്തിട്ട് അത് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചത് നിങ്ങൾ പറയും? അത് തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? തുറന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇത് മുഴുവനും അവിടെയാണെന്ന് പറഞ്ഞു. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കാര്യം.